എൻ്റെ ദൈവമേ, ഈ കുന്നം കഴുകിയിട്ടും തീരുന്നില്ലല്ലോ. ഓ, 1ാം ക്ലാസ്സിൽ ചേർന്നപ്പോൾ തൊട്ടുള്ള കഷ്ടപ്പാടാ. ഓ, പഠിക്കണ്ടെന്ന് തോന്നുക പണ്ടാരം. എല്ലാവരും പറഞ്ഞു പഠിച്ചു കഴിഞ്ഞാൽ മോളെ രക്ഷപ്പെടും, അങ്ങനെയാണ് ഇങ്ങനെയാണ്. 10ാം ക്ലാസ് കഴിഞ്ഞാൽ വഴിത്തിരിവാണെന്ന് പറഞ്ഞു. എന്നിട്ടിപ്പോൾ എന്തായി? 10ാം ക്ലാസ്സും കഴിഞ്ഞ് +2 കഴിഞ്ഞ് ഡിഗ്രിയും കഴിഞ്ഞ് PG കഴിഞ്ഞിട്ടാണ് ജോലി കയറിയത്. എന്നിട്ടിപ്പോൾ അവസ്ഥ ഇങ്ങനെ. മോളെ നന്നായിട്ട് പഠിക്കുക, കയ്യിലൊരു ജോലി ഉണ്ടെങ്കിൽ നിനക്ക് സ്വന്തം കാലിൽ നിൽക്കാം, ആരുടെയും അടുക്കളയിൽ പോയി പണി ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഓഫീസിലെ പണിയും ചെയ്യണം, വീട്ടിലെ പണിയും ചെയ്യണം. പിള്ളേരൊക്കെ ആയാൽ പിന്നെ ഉറക്കവുമില്ല, നാശം. അതിൻ്റെ ഇടയിൽ ലോണ്, EMI, കെട്ടിയവനുമായിട്ടുള്ള വഴക്ക്, അങ്ങനെ ഒരു 100 കൂട്ടം പ്രോബ്ലംസാണ്. ഈ പഠിക്കണ നേരത്ത് വല്ല ഡാൻസിലും പാട്ടിലും ഒക്കെ കഴിവ് തെളിയിച്ചായിരുന്നെങ്കിൽ മതിയായിരുന്നു. വല്ല യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ ഏതെങ്കിലും ഒരു സിനിമയിലൊക്കെ അഭിനയിച്ച് വലിയൊരു സിനിമാ നടിയായിരുന്നെങ്കിൽ ജീവിതം രക്ഷപ്പെട്ടു പോയേനെ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇങ്ങനെയൊന്ന് പച്ച പിടിക്കും. ഒരു ഓൺലൈൻ ബിസിനസ് ഇട്ടാലോ? ഇനിയിപ്പോൾ അതൊക്കെ വഴിയുള്ളൂ. എങ്ങനെയൊന്ന് വൈറലാവാൻ മാത്രമുള്ള കണ്ണിനും കഴിവും സൗന്ദര്യമൊന്നും നമുക്കില്ല. പിന്നെ ഇനിയിപ്പോൾ എന്തെങ്കിലും ബിസിനസ്, ഫുഡ് ബിസിനസ്, ഫുഡ് ട്രക്ക്, പാചകമൊക്കെ ഉണ്ടാക്കാൻ ഞാൻ മിടുക്കിയാണ്. ഞാൻ ഉണ്ടാക്കുന്നത് എല്ലാവരും കഴിക്കുകയും ചെയ്യും. പക്ഷേ ശരി, ഇപ്പം ഇങ്ങനെ ഓഫീസിലൊക്കെ പോകാൻ പറ്റുന്നു, നമുക്ക് സമ്പാദിക്കാൻ പറ്റുന്നു എന്നുള്ളൊരു സമാധാനമൊക്കെ ഉണ്ട്. പിന്നെ അല്ലെങ്കിൽ പിന്നെ ബിസിനസ് എന്ന് പറയുമ്പോൾ പിന്നെ സാരി, ചുരിദാർ, ഇനിയിപ്പോൾ അതൊക്കെ തുടങ്ങിയിട്ട് വേണം കയ്യിലുള്ള പൈസയൊക്കെ പൊട്ടി പാളീസാവാൻ. ഇങ്ങനെയൊക്കെ അങ്ങ് പോട്ടെ.